ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ഒമർ ബായെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയത് ഏവരിലും ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കേവലം 3 മത്സരത്തിന് വേണ്ടി മാത്രമാണോ ഈ താരത്തെ കൊണ്ടുവന്നത് എന്ന ചോദ്യം ഉയർന്നു. അതിനിടെ ബ്ലാസ്റ്റേഴ്സ് പുതിയ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എൻഡിയായ ഫാളു എന്ന ഒരു സെനഗലീസ് സെൻറ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പലരും പറയുന്നത് ഒമർ ബായേക്കാൾ മികച്ച പ്രൊഫൈലുള്ള ഒരു താരമാണ് എൻഡിയായ ഫാളു. അതായത് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു സൈനിങ് തന്നെയാണ് ഫാളുവിൻ്റേത്. പ്രത്യേകിച്ച് 24 വയസ്സ് മാത്രമുള്ള ഒരു യുവതാരമാണ്. ഈ 24 വയസ്സിനുള്ളിൽ തന്നെ യൂറോപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഫാളുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിൽ കളിച്ചിട്ടുണ്ട്, ബെൽജിയത്തിൽ കളിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് ഫിൻലാൻഡിലെ ടോപ്പ് ഡിവിഷനിലാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫിൻലാൻഡിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ SJKക്ക് വേണ്ടി അദ്ദേഹം 28 മത്സരങ്ങളാണ് ഏറ്റവും ഒടുവിലത്തെ സീസണിൽ കളിച്ചിട്ടുള്ളത്. എന്നിട്ട് 5 ഗോളുകൾ നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഗോളടിക്കുന്ന ഒരു സെന്റർ ബാക്ക് കൂടിയാണ് ഇദ്ദേഹം. പക്ഷേ ഫാളുവിന്റെ കാര്യത്തിൽ ഒരൊറ്റ ആശങ്ക മാത്രമാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ പ്രൊഫഷണൽ മത്സരങ്ങൾ കളിച്ചിട്ട് കുറച്ചായി. അതായത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് 1.5 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് ഒരു വലിയ കൺസേൺ ആണ്, ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. 1.5 വർഷത്തോളമായി കളിക്കാത്ത ഒരു താരത്തെ ഈ ഒരു സീസണിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. കാരണം സമീപകാലത്തൊന്നും അത്ര ഒരു സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഫാളു എന്ന താരത്തിനുണ്ട്. ഏകദേശം 2 മീറ്ററോളം ഉയരമുള്ള, വളരെയധികം ഉയരം കൂടിയ ഒരു താരമാണ് ഇദ്ദേഹം പ്രതിരോധത്തിലും അതുപോലെ തന്നെ മുന്നേറ്റത്തിൽ, സെറ്റ് പീസുകളിലുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹം മുതൽക്കൂട്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.